വ്യക്തമായതാണ്. കാരണം ഈ തൊണ്ടയിൽ നിന്ന് വൻകുടൽ വരെയുള്ള സ്ഥലങ്ങൾ മുഴുവനും ദ്രവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രയും ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര കഠിനമായിട്ടുള്ള ഒരു വിഷമാണ് കലർത്തി നൽകിയത്. ഈ 11 ദിവസം നമുക്കറിയാം 14 തീയതി ഒക്ടോബർ 14, 2022 ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ നിന്ന് വരുന്നു. ഗ്രീഷ്മയെ നിയമ നടപടിക്ക് വിധേയമാക്കരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവന്റെ മരണമൊഴിയിൽ പോലും അവളെ തള്ളി പറയാതിരുന്നത് എന്ന് കോടതി പറയുമ്പോൾ 11 ദിവസം തൊണ്ടയിലൂടെ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ കിടക്കുമ്പോഴും അവൻ അവളെ വിശ്വസിച്ചിരുന്നു എന്നത് കോടതി കണ്ടെത്തുകയാണ്. കോടതിയുടെ മുന്നിൽ അത് തെളിയുകയാണ്. റിനു, തീർച്ചയായും 11 ദിവസം അതിലേക്കാണ് ഞാൻ കടന്നത്. 11 ദിവസം ആശുപത്രിയിലേക്ക് ഒക്ടോബർ 14 വിഷം കഴിക്കുന്നു, 25 മരിക്കുന്നു. 11 ദിവസം വളരെ വളരെ ദുരിത ജീവിതമാണ് ഷാരോൺ നയിച്ചത് ആശുപത്രി കിടക്കയിൽ. പക്ഷേ അത്രയും വേദന അനുഭവിക്കുമ്പോൾ പോലും ഗ്രീഷ്മയാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഗ്രീഷ്മ തന്ന കഷായം ഞാൻ കുടിച്ചു എന്നുള്ളത് ഒരാളോട് പോലും പറയാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോടിയായി മജിസ്ട്രേറ്റ് മരണമൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് പറയുന്നത്, ഞാൻ ഇങ്ങനെ അതും പെൺസുഹൃത്തെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്, ഗ്രീഷ്മ തന്നു എന്ന് പറഞ്ഞില്ല. പെൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇത്തരം ഒരു കഷായം കഴിച്ചു, അതാണോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്ന് വളരെ കരഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം മരണത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് അച്ഛനോടും മജിസ്ട്രേറ്റിനോടും ഈ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളതാണ്. ഗ്രീഷ്മയെ നിയമ നടപടിക്ക് വിധേയമാക്കരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാവാം അത്തരത്തിൽ ഒരു ഒറ്റുകൊടുക്കൽ, അല്ലെങ്കിൽ ഗ്രീഷ്മയാണിത് പറഞ്ഞത് എന്ന് പറയാത്തതാകാം എന്നുള്ളതാണ് കോടതി പറയുന്നത്. എന്തായാലും വാവേ എന്നാണ് വിളിച്ചിരുന്നത് എന്നുള്ളത് കൂടി ജഡ്ജി പറയുന്നുണ്ട്. അതായത് ഗ്രീഷ്മയോട് അത്രയും അധികം സ്നേഹമുണ്ടായിരുന്നു ഷാരോണിന് എന്നുള്ളതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രതിശ്രുത വരൻ സതീഷുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്തു. അതായത് ഷാരോണുമായി ഇത്തരത്തിലൊരു സ്നേഹബന്ധം തുടരുമ്പോഴും ഈ കല്യാണം ആലോചിച്ച് വന്ന പട്ടാളക്കാരനോട്, സതീഷിനോട് ഈ നല്ലൊരു ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ കണ്ടു 2022 നവംബറിൽ ഉൾപ്പെടെ 2021 ഷാരോണുമായി പ്രണയത്തിലാകുന്നത്. 2022 നവംബറിലും കണ്ടു എന്നുള്ളതാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട വിധിന്യായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രീഷ്മയെ നിയമ നടപടിക്ക് വിധേയമാക്കരുത് എന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ജ്യൂസിൽ പോലും എന്തോ പ്രശ്നമുണ്ടായിരുന്നു, സംതിങ് റോങ് എന്ന് അവൻ അറിയാമായിരുന്നു എന്നാണ് ജഡ്ജ് ഇപ്പോൾ പറയുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നത് അതുകൊണ്ടാണ്. ഗ്രീഷ്മയെ അവിശ്വസിക്കാതെ അവസാന നിമിഷവും കടന്നുപോയി ഷാരോണിന്റെ ജീവിതത്തിൽ എന്നതാണ്. എന്തായാലും മറ്റൊരു വിവാഹത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു ഗ്രീഷ്മ എന്നതും ഷാരോണിന് മനസ്സിലായിട്ടുണ്ട്. അക്കാര്യങ്ങൾ കോടതി കണക്കിലെടുക്കുകയാണ്. പ്രതിഭാഗത്തിന്റെ വാദം ഗ്രീഷ്മയെ ഷാരോൺ സംഭവ ദിവസം അടിച്ചു എന്നതായിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രതിഭാഗത്തിന്റെ വാദം തള്ളുകയാണ് കോടതി. പ്രതിഭാഗം വാദിച്ചതായിരുന്നു ഷാരോണും ഗ്രീഷ്മയോടുണ്ടായിരുന്നത് വളരെ മോശം പെരുമാറ്റമായിരുന്നു എന്നത് പ്രതിഭാഗത്തിന്റെ വാദമായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ കോടതി തള്ളുകയാണ്. അത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ വിധിന്യായത്തിലേക്ക് കോടതി എത്തുകയാണ്. ഗ്രീഷ്മ ചെയ്തത് കൊടും ക്രൂരതയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പ്രണയത്തിന്റെ മറവിൽ ഒരു വലിയ ചതി ഒരുങ്ങുന്നത് ഷാരോൺ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല, അവിശ്വസിച്ചില്ല. ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴും അത് ഗ്രീഷ്മ തന്നോട് കാട്ടിയതാണ് എന്ന് ഷാരോൺ ഒരിക്കലും കരുതിയിരുന്നില്ല. വളരെ ചെറിയ പ്രായത്തിൽ ഇരുവരും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ ഷാരോൺ കാണിച്ച ആ ഒരു വിശ്വാസം അത് ഗ്രീഷ്മ തിരിച്ചു കാണിച്ചിട്ടില്ല. ഗ്രീഷ്മയുടേത് വിശ്വാസവഞ്ചനയാണ് എന്ന് തന്നെ കോടതി പറയുന്നു. പ്രതിശ്രുത വരനുമായി ബന്ധം സൂക്ഷിക്കുമ്പോഴും ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഗ്രീഷ്മ എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. പിടിക്കപ്പെടാതെ പിടിച്ചു നിൽക്കുന്നതിനായി പലതരത്തിലുള്ള കൗശലങ്ങൾ അത് ഗ്രീഷ്മ പ്രയോഗിച്ചിരുന്നു. പല കള്ളങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഷാരോണിനെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് എന്നുകൂടി കോടതി പറയുകയാണ്. അതേസമയം ഷാരോൺ തന്റെ മരണക്കിടക്കയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ കിടക്കുന്ന അത്രയും ബുദ്ധിമുട്ടുള്ള ശാരീരികാവസ്ഥയിൽ കൊടുത്ത മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയെ തള്ളി പറഞ്ഞിട്ടില്ല ഷാരോൺ എന്നത് അവന് ഗ്രീഷ്മയോടുള്ള പ്രണയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്.